വി.ഡി. സവർക്കർക്ക് ഭാരതരത്ന നൽകണമെന്ന് RSS സർസംഘചാലക് മോഹൻജി ഭാഗവത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. കോൺഗ്രസ് അതിൽ ചോദിക്കുകയാണ്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടത്തിയതിന് അടിത്തറ പാകിയതിനാണോ സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കേണ്ടതെന്ന്. എത്ര വൃത്തികെട്ട ചോദ്യമാണിത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ആരാണ് ആദ്യമായിട്ട് വിഭജനത്തിന് വേണ്ടിയിട്ട് വാദിച്ചത്? അത് സർ അഹമ്മദ് ഖാനാണ്. അഹമ്മദ് ഖാനാണ് പറഞ്ഞത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇന്ത്യയിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അവർ രണ്ട് സംസ്കാരമുള്ളവരാണ്, രണ്ട് വിശ്വാസമുള്ളവരാണ്, അവർ തമ്മിൽ ഒന്നിച്ചു പോകില്ല, അതുകൊണ്ട് മറ്റൊരു രാജ്യം വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഈ പറയുന്ന സർ അഹമ്മദ് ഖാനാണ്. അതിനുശേഷം അതേ ആവശ്യം ഉന്നയിച്ച് അതിനെ കുറച്ചുകൂടെ വിപുലീകരിക്കുകയായിരുന്നു മുഹമ്മദ് ഇക്ബാൽ ചെയ്തത്. പിന്നീട് 1940കളോടെ മുസ്ലിം ലീഗ് അത് ഏറ്റെടുത്ത് മുസ്ലിം ലീഗാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ അതല്ല വിഷയം. അത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വിമർശനത്തിനെ തൃണവൽക്കരിക്കുക, അതായത് പുല്ലുപോലെ തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ ഒരു അർത്ഥവും അതിനില്ല. പക്ഷേ എപ്പോഴാണ് കോൺഗ്രസ്സിന് വി.ഡി. സവർക്കർ ഒട്ടും ആയി മാറിയത് എന്നുള്ളതാണ്. കണ്ടുകൂടാത്ത ഒരാളായി മാറി, ഇഷ്ടമല്ല, സവർക്കറോട് വെറുപ്പാണ് കോൺഗ്രസ്സിന്. അതെങ്ങനെ എന്ന് തുടങ്ങി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് പുതിയ കാലത്ത് തുടങ്ങിയതാണ്. കോൺഗ്രസിൻ്റെ മുൻകാലത്ത് ആ ഒരു താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം അവർക്കില്ലായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിയാണ് സവർക്കറുടെ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. സവർക്കറുടെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് കണ്ടുകൂടാത്ത ആളല്ലായിരുന്നു വിനായക് ദാമോദർ സവർക്കർ. ഒരു ഹിന്ദു വിരുദ്ധത അന്ന് കോൺഗ്രസ്സിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് മുസ്ലിം പ്രീണനം നെഹ്റു കൊണ്ടുവന്ന കാര്യമാണെന്നുള്ളത്. വാസ്തവം തന്നെയാണ്. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് അത്രത്തോളം ഇല്ലായിരുന്നു, അത്രത്തോളം ഒരു മുസ്ലിം പ്രീണനമോ ഹിന്ദു വിരുദ്ധതയോ ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ പിന്നീട് വന്ന രാജീവ് ഗാന്ധിയിൽ അത് അല്പം കൂടി, രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് വൻതോതിൽ കൂടി ഹിന്ദു വിരുദ്ധതയുടെ അങ്ങേയറ്റമായൊരു ഇസ്ലാമിക പാർട്ടിയായി, ഒരു മുസ്ലിം പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ് സവർക്കറെ കണ്ടുകൂടാതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. സവർക്കർ ആരായിരുന്നു സവർക്കർ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ജനങ്ങൾക്കറിയാവുന്നതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ധീരനായ വിപ്ലവകാരിയായിരുന്നു വിനായക് ദാമോദർ സവർക്കർ എന്ന വീർ സവർക്കർ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും, അതായത് ഗണേഷ് സവർക്കർ ഉൾപ്പെടെയുള്ള സഹോദരന്മാരെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. അവരൊരു കുടുംബം, അവരുടെ ജീവിതം മുഴുവൻ തന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു. ഏർവാഡ ജയിലിൽ നെഹ്റുവും ഗാന്ധിജിയും കടന്ന പോലെ അല്ല വീർ സവർക്കർ കടന്നത്. വീർ സവർക്കർ കടന്നത് സെല്ലുലാർ ജയിലിലാണ്. ഏകാന്ത തടവാണ്. ഏകാന്ത തടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലും കഴുത്തിലും കാലിലും ചങ്ങലക്കിട്ട് ബന്ധിച്ചാണ് ഇട്ടിരുന്നത്. അത്ര കൊടിയ പീഡനങ്ങളാണ് അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാലാപാനി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയ്ക്കകത്ത് സവർക്കറുടെ റോളുണ്ട്. സവർക്കർ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, ഇത് നമ്മുടെ ആര്യനും ദ്രാവിഡ രക്തമൊഴുകുന്ന ശരീരമാണിത്, നമുക്ക് ഈ പറയുന്ന ഒരാളുടെ മുന്നിൽ തോറ്റു കൊടുക്കാനുള്ള മനസ്സുള്ളവരല്ല ഞങ്ങളുടെ സഹനത്തിനെ നിങ്ങൾ കഴിവില്ലായ്മയായി തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുന്ന വലിയ ഡയലോഗുണ്ട്. ഹിന്ദിയിലാണ് ഡയലോഗ് പറയുന്നത്. ആ കലാപാനിയിൽ ആ ഡയലോഗ്, ഗാംഭീര്യമുള്ള ഡയലോഗ് സവർക്കർ പറയുന്നുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് പ്രിയദർശൻ ഒരു സാങ്കല്പിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്, മോഹൻലാലിനെ കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് ഗോവർദ്ധൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ആ ഗോവർദ്ധനാണ് ഈ പറയുന്ന അമരീഷ് പുരി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഈ കാല് നക്കുന്ന, ഷൂ നക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെല്ലാം കൂടെ ഒരു വ്യാജ നരേറ്റീവ് സവർക്കറുടെ തലയിൽ വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സവർക്കർ മാപ്പപേക്ഷ ചെയ്തില്ലേ, മാപ്പപേക്ഷ കൊടുത്തില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാപ്പപേക്ഷ അല്ലത്, ജയിലിൽ നിന്ന് വിടുതൽ ആവശ്യപ്പെടുമ്പോൾ എല്ലാവരും ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു ഫോമാണത്. ആ ഫോം നെഹ്റു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഗാന്ധിജി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ബ്രിട്ടീഷുകാരോട് മാപ്പരന്നിട്ടുണ്ടോ എന്നാണോ അർത്ഥം അതിന്? അപ്പോൾ ഇവർ കത്തയക്കുമ്പോഴത്തേക്കും എപ്പോഴും വെക്കാറില്ല, യുവർ ഒബീഡിയൻ സർവൻ്റ് എന്ന് പറഞ്ഞല്ലേ നെഹ്റുവും ഗാന്ധിജിയും അടക്കമുള്ളവർ കത്തെഴുതിക്കൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാർക്ക്. ഇവിടെ ഷൂ നക്കിയത് ആരാ? ശരിക്കും ഷൂ നക്കിയത് ദേശാഭിമാനി പത്രമാണ്. ദേശാഭിമാനി പത്രം ഷൂ എന്നല്ല, നെഹ്റു ഷേവ് ചെയ്ത് കൊടുത്ത ചരിത്രമുണ്ട്. അതായത് നെഹ്റു ഈ പറയുന്ന മൗണ്ട് ബാറ്റന് ഷേവ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ചിത്രമുണ്ട്. ആ ചരിത്രമുള്ളവരാണ്. ഷേവ് ചെയ്ത് കൊടുത്ത പാരമ്പര്യമാണ് കോൺഗ്രസിന്, ബ്രിട്ടീഷുകാർക്ക് ഷേവ് ചെയ്ത് കൊടുത്ത പാരമ്പര്യം. ആ പാരമ്പര്യത്തിലാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ദേശാഭിമാനി പത്രം എന്താ ചെയ്തത്? അയ്യോ, ഇനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഞങ്ങൾ ഒരു വാർത്ത പോലും കൊടുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് മാപ്പപേക്ഷ എഴുതി കൊടുത്തവരാണ്. ഷൂ നക്കിയത് ദേശാഭിമാനിയും കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന കോൺഗ്രസും ഒക്കെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതാണ് വസ്തുത. പക്ഷേ ഇവിടെ സവർക്കറെ ആക്ഷേപിക്കാനായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സവർക്കർ ധീരനായ വിപ്ലവകാരിയായിരുന്നു. 13 വർഷമാണ് സെല്ലുലാർ ജയിലിൽ കിടന്നത്.
ആൻഡമാനിൽ. അവിടെ എന്തായിരുന്നു അദ്ദേഹം അനുഭവിച്ചിരുന്ന കൊടിയ പീഡനങ്ങളാണ്. അദ്ദേഹം വിപ്ലവകാരിയാണ്, ജയിലിൽ കിടക്കാനുള്ള ആളല്ല. അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടരുകയാണ് ചെയ്തത്. പക്ഷേ ഏർവാട ജയിലിൽ കിടന്ന നെഹ്റുവിന് എന്തായിരുന്നു അനുഭവം? ഏർവാട ജയിലിൽ കിടക്കുമ്പോഴത്തേക്കും അവിടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം എത്തും. അന്ന് ഇന്ത്യയിലുള്ള എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തും. അവിടെ വീട്ടിൽ നിന്നുള്ള അലക്കി കൊണ്ടുവരുന്ന വസ്ത്രം ധരിക്കാം. അതൊരു കൊട്ടാരം പോലത്തെ ഒരു വിശ്രമമുറി പോലത്തെ ഒരു സ്ഥലമാണ്. അല്ലാതെ ജയില് എന്ന് പറയാൻ കഴിയില്ല. അവിടെ മട്ടപ്പാവുണ്ട്, അവിടെ ഉലാത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ പറയുന്ന സിഗാർ വലിക്കാം, ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നെഹ്റു ഒക്കെ ജയിലിൽ കഴിഞ്ഞത്. നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ അങ്ങനെയാണ് ജയിലിൽ കിടന്നത്. പക്ഷേ സവർക്കറെ പോലെ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ ഇവരാരും കിടന്നിട്ടില്ല എന്നുള്ളത് ഓർക്കണം. സവർക്കറാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനി, സവർക്കറാണ് യഥാർത്ഥ പോരാളി, വിപ്ലവകാരി. ഈ പറയുന്ന നേതാജി സവർക്കറും ഒക്കെ തുല്യമായിട്ടുള്ള പങ്കാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് വഹിച്ചിട്ടുള്ളത്, ദേശീയതയ്ക്ക് വേണ്ടിയിട്ട്. ആ നിലപാടുകളാണ് അവരെടുത്തിരുന്നത്. അങ്ങനെ അത്യന്തം ത്യാഗപൂർണമായ ജീവിതം നയിക്കുകയായിരുന്നു ഇവർ. അപ്പോൾ സവർക്കർ എന്താണ് വിഭജനത്തെ പറ്റി പറഞ്ഞതെന്ന് കാബാ സുരേന്ദ്രൻജി, RSS പ്രചാരകനായിട്ടുള്ള കാബാ സുരേന്ദ്രൻജി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്. അതായത് സവർക്കർ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധ്യമല്ലെങ്കിൽ രണ്ടാക്കുക തന്നെ വേണമെന്നാണ്. ഡോക്ടർ അംബേദ്കറും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വിഭജനത്തെ തുടർന്നുണ്ടായ കൂട്ടപലായനം കണ്ട സർദാർ പട്ടേലും പറഞ്ഞത് ജനസംഖ്യ കൈമാറ്റം നടത്തണമെന്നാണ്. അതുകൊണ്ട് തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാനും മുഹമ്മദ് ഇക്ബാലും മുസ്ലിം ലീഗും മുഹമ്മദ് അലി ജിന്നയും സർദാർ പട്ടേലും ഡോക്ടർ അംബേദ്കറും ഒക്കെ പറഞ്ഞത് മുഴുവൻ സവർക്കറുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് കോൺഗ്രസിൻ്റെ മുഖം നഷ്ടപ്പെട്ട നവഗാന്ധിമാർ കരുതേണ്ട എന്ന് കാബാ സുരേന്ദ്രൻജി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇവരുടെ കോൺഗ്രസിൻ്റെ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസിന് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധത ഇല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധതയുടെയൊക്കെയും മുസ്ലിം പ്രീണനത്തിൻ്റെയും ഭാഗമായിട്ട് ഈ പറയുന്ന നമ്മുടെ ചരിത്രത്തെ തള്ളിക്കളയേണ്ടതുണ്ട്. ആ തള്ളിക്കളയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സവർക്കർക്കെതിരായ ആക്രമണം. പക്ഷേ ഈ പറയുന്ന സവർക്കർക്കെതിരായ ആക്രമണം നടത്താൻ രാഹുൽ ഗാന്ധി ഒന്നര തവണ ശ്രമിച്ചപ്പോഴത്തേക്കും ഉദ്ധവ് താക്കറെ നല്ല മറുപടി കൊടുത്തായിരുന്നു. ഉദ്ധവ് താക്കറെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലാണെങ്കിലും ഉദ്ധവ് താക്കറേക്ക് അറിയാം ഈ പറയുന്ന ഇന്ത്യയിലെ ഹിന്ദുത്വ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയത്തിലാണ് സവർക്കർ ഉള്ളത്. സവർക്കർ എന്ന് പറയുന്ന പോരാളി ഉള്ളത്. അത് വീർ സവർക്കറായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കുറവും ഒരു മാറ്റവും അദ്ദേഹത്തിന് വരില്ല. അദ്ദേഹത്തിന് ഭാരതരത്ന ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. കാരണം പട്ടേലിന് വരെ വലിയ സ്വീകാര്യത ഇപ്പോഴുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലും BJP ആദരിക്കുകയും ഒക്കെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയിട്ടും 11 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സവർക്കർക്ക് ഭാരതരത്ന സമ്മാനിക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അത് ഉറപ്പായും സമ്മാനിക്കേണ്ടതാണ്. അദ്ദേഹം ഭാരതരത്നയ്ക്ക് സർവ്വതാ യോഗ്യനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനു കൂടെ വേണ്ടിയിട്ടാണ് മോഹൻജി ഭാഗവത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സവർക്കർക്ക് ഈ പറയുന്ന ഭാരതരത്ന നൽകി ആദരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എന്നും നമ്മൾ ശിരസ് നമിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായ ട്രാജഡികൾ, വൻ ദുരന്തങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. പിന്നീടും വ്യക്തി ജീവിതത്തിലും ഉണ്ടായിരുന്നു. അതൊക്കെ സഹിച്ചത് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സവർക്കറെ തള്ളിപ്പറയുന്നവർ ആ യഥാർത്ഥ ചരിത്രം കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനകത്തേക്ക് പ്രവേശിക്കാനാകും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ. അപ്പോൾ നിങ്ങൾക്ക് യഥാസമയത്ത് ഇന്ത്യ ലൈവിൻ്റെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ ഷെയർ ചെയ്യണം. മറ്റുള്ളവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം.